ഇറാനിൽ ശക്തമായ ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാന ധാരണ ഇറാന് താൽപ്പര്യമില്ല എന്ന് തുടർച്ചയായി ആ രാജ്യം തെളിയിക്കുകയാണ്. ധാരണയിലെത്താൻ ശ്രമിക്കുന്ന വേളയിൽ എല്ലാം ആ നീക്കങ്ങൾ മാറ്റിമറിക്കാനുള്ള നടപടികളാണ് ഇറാൻ കൈക്കൊള്ളുന്നത്. വൈകാതെ സമാധാന നീക്കങ്ങളിലേക്ക് ഇറാന് വന്നെത്തേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. ആദ്യം പ്രതികരണം. This is with this skirmish we have with the Islamic Republic of Iran, and I call it that because let me tell you, they're getting hit so hard, and they want to make a deal. But I say they're not ready to make a deal because every time they make a deal, they want to change it and everything. They're not ready. They'll be ready very soon. ഐസൻ ജോസ് ഉണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഐസൻ, വെരി ഗുഡ് മോർണിംഗ്. ഇറാനെ വരച്ച വരയിൽ നിർത്താൻ ട്രംപിനാവുന്നില്ല, ട്രംപിനെ വരച്ച വരയിൽ നിർത്താൻ ലോക രാജ്യങ്ങൾക്കൊന്നും ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ ഈ യുദ്ധം നീളുമെന്നാണോ നമുക്ക് മനസ്സിലാകുന്നത്? എന്താണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്? എന്താണ് ഇറാനുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്? ഐസൻ. അശ്വതി, രാഖി, ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപിൻ്റെ നിലപാട്, വളരെ കൃത്യമായൊരു ട്രംപിൻ്റെ നിലപാട് പുറത്തു വരുന്നത്, അദ്ദേഹം പറയുന്നത് ധാരണയുണ്ടാക്കാൻ പലതവണ ഇറാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആ ധാരണയിലെത്താൻ അവർ തയ്യാറല്ല, അവർക്ക് അതിന് തയ്യാറെടുപ്പിൽ മനസ്സുകൊണ്ട് തയ്യാറല്ല എന്നൊരു നിലപാടാണ്. ഇത് തന്നെയാണ് ഇന്നലെ മാർക്കോ റൂബിയോയും അറിയിച്ചത്. സ്വാഭാവികമായും ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ശക്തമായൊരു തിരിച്ചടിക്കുക അല്ലെങ്കിൽ ശക്തമായൊരു ആക്രമണത്തിനുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകാമെന്ന കാര്യത്തിൽ വ്യക്തമായ ചില സൂചനകൾ തന്നെയാണ്. കുറച്ച് ദിവസങ്ങളായി അത്തരം സൂചനകളാണ് എല്ലാ തരത്തിലും പുറത്തു വരുന്നത്. അതായത് സൈനിക ഒരുക്കങ്ങളുടെ ഭാഗമാകട്ടെ, അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു ശക്തമായ ആക്രമണത്തിനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ട്രംപ് അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ധാരണ ഉണ്ടാക്കണമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ധാരണ ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെയാണ് ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. അത്തരത്തിലുള്ള പല സൂചനകളും നമ്മൾ വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ, അതായത് ഒരു ആക്രമണത്തിനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു നിർണായക പരാമർശം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു സമൂഹമാധ്യമ ട്വീറ്റ് കൂടിയാണ്. ക്ഷമിക്കണം, ട്രൂത്ത് സോഷ്യലിലെ ഒരു പരാമർശം കൂടിയാണ്. ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നത്, ഏതെങ്കിലും ഒരു കപ്പലിനെ ഹോർമൂസിൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമോ അല്ലെങ്കിൽ വൈദ്യുതോൽപാദന കേന്ദ്രമോ തകർക്കുമെന്നൊരു മുന്നറിയിപ്പ്. അതായത് ഹോർമൂസ് സുരക്ഷിതമാക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം, ഇന്ന് 12ാം ദിവസമായി തുടർച്ചയായി ആക്രമണം നടക്കുകയാണ് ഇറാനിൽ. ഇറാനിൽ ആക്രമണം നടക്കുന്ന ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട് ഹോർമൂസിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള എല്ലാ മേഖലകളിലും ശക്തമായ ആക്രമണം ഇന്നലെയും തുടർന്നുവെന്ന് US സെൻട്രൽ കമാൻഡും അറിയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രത്യാക്രമണങ്ങളുമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇറാൻ ഒറ്റപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ഇറാൻ്റെ നിലപാടിനെ ജോർദാൻ തള്ളി പറഞ്ഞിരിക്കുന്നു. സൗദി അറേബ്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. സൗദി അറേബ്യയ്ക്ക് നേരെ ഹൂതി വിഭാഗം അവരുടെ കപ്പലുകൾ തടയുന്നതിനുള്ള നീക്കം നടത്തുമെന്നൊക്കെ പറയുന്ന നീക്കങ്ങളുണ്ടാകുന്നു. അത്തരത്തിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇറാൻ മേഖലയിൽ ഒറ്റപ്പെടുന്നു, അമേരിക്ക ശക്തമായ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നു. ശരി ഐസൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും മുന്നറിയിപ്പ് വീണ്ടും അമേരിക്ക ആവർത്തിക്കുമ്പോൾ അത് ആർക്കൊക്കെയുള്ള മരണമണി മുഴക്കുകയാണ്. ഇറാൻ ഇനിയെങ്കിലും ഇത്തരം നിബന്ധനകളൊന്നും അംഗീകരിച്ചില്ല എങ്കിൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപ് അറിയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സൈനിക നടപടി അമേരിക്ക കടുപ്പിക്കുകയാണ്. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.